അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ BSൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഒറ്റയല്ലൊരു ജീവനും എന്നുള്ള പാഠവും അതിൻ്റെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? പൊന്മാൻ. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? കുളത്തിലെ മീനുകളെ കഴിക്കലാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഈ പക്ഷിയെ സാധാരണയായി എവിടെയാണ് കാണുന്നത്? കുളക്കരയിലും തോടിൻ്റെ വക്കിലൊക്കെയാണ് ഇവരെ കാണുന്നത്. കാരണം അവർക്കുള്ള ഭക്ഷണം എവിടെയാണ്? കുളത്തിലെയും തോട്ടിലെയും മീനാണ്. അതുകൊണ്ടാണ് അവരെ ഈ സ്ഥലങ്ങളിൽ കാണുന്നത്. എന്താവും അതിന് കാരണം? അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്താണ്? അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ കുളക്കരയിലും തോട്ടിൻ്റെ കരയിലൊക്കെ അവർ വന്ന് നിൽക്കുന്നത്. ഇനി ഈ കാര്യങ്ങൾ തന്നെ ബോക്സിലും എഴുതിയിട്ടുണ്ട്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്ത്? ആട് കഴിക്കുന്നത് ഇലകളാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ജീവികൾ എന്തൊക്കെയാണ്? കോഴി കഴിക്കുന്നത് ധാന്യങ്ങളാണ്. താറാവ് കഴിക്കുന്നത് ചോറാണ്. ഇനി അടുത്തത് എന്താണ്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റെന്തെല്ലാം ജീവികളുണ്ട്? അതായത് ഇലകൾ, ചെടികൾ ഇതൊക്കെ കഴിക്കുന്ന മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ താഴെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മാൻ, മുയൽ, പിന്നെ ഏതാണ് ഉള്ളത്? ആനയുണ്ട് അല്ലേ. ആനയുണ്ട്, പശുവുണ്ട്, കുതിരയുണ്ട്. ഇതൊക്കെ എന്താണ്? ഇലകൾ അല്ലെങ്കിൽ സസ്യാഹാരങ്ങളാണ് കഴിക്കുന്നത്. ഇനി അടുത്തത് വാസസ്ഥലവും ആഹാരവും. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു പാടവും കുളവും തമ്മിലുള്ള ഒരു ചിത്രമാണുള്ളത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ചിത്രത്തിലുള്ള ജീവികൾ എന്തെല്ലാമാണെന്ന് എഴുതൂ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഈ ചിത്രത്തിലുള്ള ജീവികൾ ഏതൊക്കെയാണ്? തുമ്പിയുണ്ട്, കൊക്കുണ്ട്, ആമയുണ്ട്, ഒച്ചുണ്ട്, പുഴുണ്ട്, മീനുണ്ട്, ഞണ്ടുണ്ട്, തവളുണ്ട്, പുൽച്ചാടിയുണ്ട്, കാക്കയുണ്ട് അല്ലേ. ഇനി എന്താണ്? ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ എന്തെല്ലാമാണ്? സസ്യം എന്ന് പറഞ്ഞാൽ ചെടികൾ അല്ലെങ്കിൽ പുല്ലുകളെല്ലാം കഴിക്കുന്നത് ഇതിലേതൊക്കെയാണ്? ചെറുമീനുകൾ ചെറിയ ചെറിയ പുല്ലുകളും സസ്യങ്ങളൊക്കെ കഴിക്കും. അതുപോലെ തന്നെ പുൽച്ചാടി കഴിക്കും, പുഴു കഴിക്കും അല്ലേ. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന എന്തെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? കൊക്കുണ്ട്, തവളയുണ്ട്, ആമയുണ്ട്, ഞണ്ടുണ്ട്. ഇവയെല്ലാം എന്താണ്? ചെറിയ ചെറിയ ജീവികളെ ആഹാരമാക്കും. അതുപോലെ തന്നെ കാക്കയുണ്ട് കേട്ടോ. ഇനി അടുത്തത് ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ. അപ്പം ഇവിടെ ഒരു ആരെല്ലാമിനെയൊക്കെയാണ് ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. സസ്യത്തെ ആരെല്ലാം കഴിക്കുന്നുണ്ട്? ചെറുമീനുകൾ, പുൽച്ചാടി കഴിക്കുന്നുണ്ട്, പുഴു കഴിക്കുന്നുണ്ട്. ഇനി ഈ ചെറുമീനിനെയും പുൽച്ചാടിയെയും പുഴുവിനെയൊക്കെ ആര് കഴിക്കുന്നുണ്ട്? കാക്ക കഴിക്കുന്നുണ്ട്, വലിയ മീനുകൾ കഴിക്കുന്നുണ്ട്, തവള കഴിക്കുന്നുണ്ട് അല്ലേ. ഇനി ഈ വലിയ മീനിനെയും തവളയെയും ആര് കഴിക്കുന്നുണ്ട്? കൊക്ക് കഴിക്കുന്നുണ്ട്. അത് നോക്കിക്കേ, കണ്ണി ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? സസ്യം അല്ലേ. സസ്യം ആരൊക്കെ കഴിക്കും? മാൻ, മുയൽ, പുൽച്ചാടി. ഇവിടെ സസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാനിനെ ആര് കഴിക്കും? സിംഹം കഴിക്കും. മുയലിനെ പിന്നെ ആര് കഴിക്കും? കടുവ കഴിക്കും. പുൽച്ചാടിയെ ആര് കഴിക്കും? തവള കഴിക്കും അല്ലേ. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ ചിത്രീകരിക്കും. അപ്പോൾ ഇവിടെ മറ്റെന്തൊക്കെ കൊടുക്കാം? പുഴുവിനെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? കോഴിയെ കുറുക്കൻ കഴിക്കുന്നുണ്ട്, കുറുക്കനെ സിംഹം കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പുല്ല് ആര് കഴിക്കും? പശു കഴിക്കും. പശുവിനെ മനുഷ്യൻ കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പുല്ല് വേറെ ആര് കഴിക്കും? മുയൽ കഴിക്കും. മുയലിനെ ആര് കഴിക്കും? സിംഹം കഴിക്കും അല്ലേ. ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? ആഹാര ശൃംഖല എന്നാണ് പറയുക. അടുത്ത നോക്കൂ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലകം, ഫുഡ് വെബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇവിടെ എന്താണ്? ഫസ്റ്റ് ഈ ആഹാര ശൃംഖല രീതിയിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? പുല്ലാണ് അല്ലെങ്കിൽ സസ്യമാണ്, ചെടിയാണ്. ഈ ചെടിയാണ് ആരൊക്കെ കഴിക്കുന്നത്? ഒന്നുകിൽ പുഴു കഴിക്കും, അല്ലെങ്കിൽ പുൽച്ചാടി കഴിക്കും, അല്ലെങ്കിൽ മാന് കഴിക്കും, മുയൽ കഴിക്കും. ഇങ്ങനെയൊക്കെയാണ്. അതിന് ശേഷമാണ് ഇവരെ മറ്റുള്ള ജീവികൾ ഇങ്ങനെ ഭക്ഷിച്ച് പോരുന്നത്. ഒരു ചെയിൻ പോലെ അല്ലെങ്കിൽ ഒരു ചങ്ങല പോലെ ഇങ്ങനെ കോർത്തിണക്കി പോകുന്ന
രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആഹാര ശൃംഖലാ ജാലകം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ആഹാര ശൃംഖലാ രീതികൾ കരയിൽ മാത്രമാണോ ഉള്ളത്? അല്ല, കടലിലുമുണ്ട് അല്ലേ? കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മീനുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടിയിലുണ്ടാകുന്ന സസ്യങ്ങളാണ് കേട്ടോ. ഇനി കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാ ജാലകം ചിത്രീകരിക്കൂ. ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ജീവി, ആഹാരം. സ്രാവ് എന്ന് പറഞ്ഞിട്ടുള്ള മീൻ കഴിക്കുന്നത് ആരൊക്കെയാണ്? കണവ മീനിനെയും അതുപോലെ തന്നെ ചെറിയ മീനുകളെയും കടലാമയൊക്കെ സ്രാവ് കഴിക്കും. മത്തി ഏതൊക്കെയാണ് അതിൻ്റെ ആഹാരം? ചെറുമീനുകളും പ്ലവകങ്ങളും. കടലാമ കഴിക്കുന്നത് സസ്യഭാഗങ്ങളും മീനുകളെയാണ്. ചെറുമീനുകൾ കഴിക്കുന്നത് പ്ലവകങ്ങളെയാണ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ഇനി നോക്കിക്കേ, നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു ആഹാര ഭക്ഷ്യ ശൃംഖലാ ജാലകം. അപ്പോൾ ഇവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിലുള്ള ചെറിയ സസ്യങ്ങൾ. അവ ആര് കഴിക്കും? ചെറുമീനുകൾ കഴിക്കും. ഈ ചെറുമീനുകൾ ആര് കഴിക്കും? സ്രാവ് കഴിക്കും. വീണ്ടും പ്ലവകങ്ങൾ. ഈ പ്ലവകങ്ങൾ ആര് കഴിക്കും? ചെറുമീനുകൾ കഴിക്കും. ഈ ചെറുമീനുകൾ കടലാമ കഴിക്കും. കടലാമയെ ആര് കഴിക്കും? സ്രാവ് കഴിക്കും അല്ലേ? ഇതിൽ നമുക്ക് വീണ്ടും മാറ്റി പറയാം. പ്ലവകങ്ങൾ, ചെറുമീനുകൾ, എന്നിട്ട് എന്ത് ചെയ്യാം? തിമിംഗലം അല്ലേ? തിമിംഗലമാക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിൽ തിമിംഗലത്തിന് പേര് കൊടുത്തിട്ടില്ല. അതിൽ കൊടുത്ത ആളുകളുടെ പേര് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അടുത്ത നോക്കിക്കേ, എത്ര ആഹാരബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാ ജാലകം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മരത്തിനെ ഇങ്ങനെ നോക്കുമ്പം അതിലെന്തുണ്ട്? ഇലകളുണ്ട് അല്ലേ? മരത്തിൽ എന്തുണ്ട്? ഇലകളുണ്ട്. ആ ഇലകൾ ആര് ഭക്ഷിക്കും? പുഴുക്കൾ ഭക്ഷിക്കും. ഈ പുഴുവിനെ ആര് ഭക്ഷിക്കും? പക്ഷികൾ വന്ന് ഭക്ഷിക്കും. ഈ പക്ഷികളെ പിന്നെ ആര് വന്ന് ഭക്ഷിക്കും? പാമ്പുകൾ വന്ന് ഭക്ഷിക്കും അല്ലേ? അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആഹാര ശൃംഖലാ ജാലകം ഉണ്ടാക്കാം. അത് നോക്കിക്കേ, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു കുളത്തിൻ്റെ ചിത്രമാണുള്ളത്. ഈ കുളത്തിലെ ആരുണ്ട്? മത്സ്യങ്ങളുണ്ട്. കുളത്തിലെ മത്സ്യങ്ങളെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന്, മീനിന് ജീവിക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ വേണ്ടത്? ഓക്സിജൻ, വായു വേണം അല്ലേ? ജീവനുള്ള ഏത് വസ്തുവിനും ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ വേണം. പിന്നെന്താ വേണ്ടത്? മണ്ണ് അല്ലേ? ഏത് പുഴയുടെ ആയിക്കോട്ടെ, കുളത്തിൻ്റെ ആയിക്കോട്ടെ, തോടിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയും, കടലിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയും താഴ്ഭാഗത്ത് എന്തുണ്ട്? മണ്ണുണ്ട്, അല്ലെങ്കിൽ മണലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു മത്സ്യത്തിന് ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരം തിരിച്ച് പട്ടികപ്പെടുത്തു. അതായത് നമ്മുടെ കുളത്തിൽ പാരെ കണ്ടിട്ടുള്ളത് മീനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ മാത്രമാണോ അതിലുള്ളത്? അല്ല, മറ്റു പല ജാലകങ്ങളുണ്ട് അല്ലേ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 ഭാഗങ്ങളായി തരംതിരിക്കാം. ജീവനുള്ളവയും ജീവനില്ലാത്തവയും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇതിൽ ജീവിക്കുന്ന ജീവനുള്ള ജന്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുളത്തിലുള്ളത് മത്സ്യം, തവള, സസ്യങ്ങൾ, ആമ, ഞണ്ട്, നീർക്കോലി, ഇതൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അടുത്തത് ജീവനില്ലാത്തത് എന്തൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത്? മണ്ണ്, കല്ല്, മരക്കഷ്ണങ്ങൾ, വായു, ഇതൊക്കെ ഉണ്ട് അല്ലേ? ഇതിനൊന്നും എന്തില്ല? ജീവനില്ല. അടുത്തത് എന്താണ്? ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിനു പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. ഇതുപോലെ മറ്റെന്തെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. അതായത് എന്താണ് ഈ ആവാസം എന്ന് പറഞ്ഞാൽ? ജീവികൾ ജീവിക്കുന്ന ചുറ്റുപാട്, അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ ചുറ്റുപാടുകൾ. അപ്പം ഏതെല്ലാം സ്ഥലങ്ങളിലാണ്, ഏതെല്ലാമാണ് ആവാസം? നമ്മുടെ ചുറ്റുമുള്ള ജീവികൾ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ആവാസങ്ങൾ എന്തൊക്കെയാണ്? മല, കാട്, കുന്നുകൾ അല്ലേ? പിന്നെ കുളങ്ങൾ, കടൽ, പുഴ, ഇതൊക്കെ എന്താണ്? അവിടെയൊക്കെ എന്തുണ്ട്? ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ? ജീവികൾ ജീവിക്കുന്ന സ്ഥലത്തെയാണ് ആവാസം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, എന്തെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം?
പൂമ്പാറ്റ, തുമ്പി, വണ്ട്, തേനീച്ച ഇവയെല്ലാം വൈവിധ്യത്തിൻ്റെ ഉദ്യാനമാണ്. ഇനി ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? എന്തൊക്കെയുണ്ട്? തേന്, പൂമ്പൊടി, അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ജൈവ വൈവിധ്യത്തിൻ്റെ ഉദ്യാനത്തിൻ്റെ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കും. നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ്, ടീച്ചർ പറഞ്ഞു തരൂ കേട്ടോ. അടുത്തത് എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? എന്തുകൊണ്ടാണ്? ജീവനുള്ള ഘടകങ്ങളെയും നാം ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? അതായത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവനുള്ള ഘടകങ്ങളും വേണം, ജീവനില്ലാത്ത ഘടകങ്ങളും വേണം, അല്ലേ? ജീവനുള്ള നമുക്ക് ജീവിക്കാൻ ജീവനില്ലാത്ത ഓക്സിജൻ വേണം, അല്ലേ? സൂര്യപ്രകാശം വേണം, അല്ലേ? വെള്ളം വേണം. ഇതിനൊന്നും എന്തില്ല? ജീവനില്ല. നമുക്ക് ആദ്യം എന്താണ് ആവാസം എന്ന് നോക്കാം. ജീവികൾക്ക് അവരുടെ സാഹചര്യങ്ങൾക്കും അനുകൂലനങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലത്തെയാണ് ആവാസം എന്ന് പറയുന്നത്. എല്ലാ ജീവികളുടെയും ആവാസം ഒന്നാണോ? അല്ല. കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് കാട്ടിൽ വന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കും. അപ്പോൾ എന്താണ് ആവാസം എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? പുൽമേടുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ മരുഭൂമികളുണ്ട്, അതുപോലെ തന്നെ കണ്ടൻ കാടുകളുണ്ട്, പിന്നെന്താണ്? മഞ്ഞ് വീഴുന്ന ശൈത്യമേഖലയുണ്ട്. ഇവിടെയൊക്കെ ജീവിക്കുന്ന ജീവികൾ എന്താണ്? അവർക്ക് ആ സ്ഥലങ്ങളെ പറ്റുള്ളൂ, അല്ലേ? പുൽമേടുകളിൽ താമസിക്കുന്ന ജീവികൾ മരുഭൂമിയിൽ കൊണ്ടിടാൻ പറ്റില്ല. മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളെ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവിടാൻ പറ്റില്ല. മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരെ കാട്ടിൽ കൊണ്ടുവിടാൻ പറ്റില്ല. അപ്പോൾ ഓരോ ജീവികൾക്കും അവർക്ക് അനുസരിച്ചിട്ടുള്ള സാഹചര്യവും അനുകൂലങ്ങൾക്കും അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ ആവാസ വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ജീവി കാക്ക. ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ഓക്കെ, അടുത്ത ജീവിയാണ് ആട്. ആടിൻ്റെ ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, അല്ലേ? ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കൂ. ഏതൊക്കെയാണുള്ളത്? ജീവി ഏതാണ്? കോഴി. കോഴിയുടെ ആഹാരം ധാന്യം, ഇല, മാംസം, മത്സ്യം, പ്രാണികൾ, അല്ലേ? അടുത്ത ജീവി ഏതാണ്? പശു. ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, കഞ്ഞി, വെള്ളം, കാലിത്തീറ്റ. അടുത്തത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖല ജാലകം പരിശോധിക്കും. ഇവിടെ പുല്ലുണ്ട്. പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടിയെ കോഴി തിന്നുന്നു. കോഴിയെ കുറുക്കൻ തിന്നുന്നു. കുറുക്കനെ കടുവ തിന്നുന്നു. വീണ്ടും പുല്ല് ആര് തിന്നുന്നു? പശു തിന്നുന്നു. പശുവിനെ കടുവ തിന്നുന്നു. പിന്നെ പുല്ല് മാൻ തിന്നുന്നു. മാനിനെ കടുവ തിന്നുന്നു. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്തു സംഭവിക്കും? എന്ത് സംഭവിക്കുക? കടുവ ഇല്ലാതായെങ്കിൽ ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? ഇതിലേതൊക്കെ ജീവികൾ എണ്ണം വർദ്ധിക്കും? കടുവ തിന്നുന്ന ജീവികളൊക്കെ എന്താകും? അവരുടെ എണ്ണം വർദ്ധിക്കും, അല്ലേ? കുറുക്കന്, അതുപോലെ തന്നെ മാന്, കാട്ടുപോത്ത്, ഇതൊക്കെ ഇവരുടെ എണ്ണം വർദ്ധിക്കും. ഇനി മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? എന്താണ്? അവയ്ക്ക് വേണ്ട സസ്യങ്ങൾ തികയാതെ വരും, അതായത് പുല്ല് തികയാതെ വരും. അതാണ് മാനുകളുടെ എണ്ണം കൂടിയാലുണ്ടാകുന്ന അവസ്ഥ. അടുത്ത് നോക്കിയേ, എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമാക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനും സംരക്ഷിക്കപ്പെടുന്നു. അടുത്തതാണ് അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? ആ കുളത്തിലുള്ള ചെറിയ മീനുകളെയെല്ലാം ഇവ എന്താക്കും? ഭക്ഷിക്കും. മൂലം എന്താ സംഭവിക്കുന്നത്? അതുവഴി ചെറുമീനുകളെ കഴിക്കുന്ന മറ്റു ജീവികൾ ഇല്ലാതാവുകയും ചെയ്യും.
നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ വരുന്ന ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. നമുക്ക് ആഫ്രിക്കൻ ഒച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കേരളത്തിൽ മഴക്കാലത്ത് അതിവേഗം പെരുകുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ഒച്ച്. കൃഷിക്കും മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഇവ. പപ്പായ, മരച്ചീനി, വാഴ, തെങ്ങ് എന്നീ കൃഷികൾക്ക് ഇവ തിന്ന് നശിപ്പിക്കുന്നു. ഈ ഒച്ചുകളെ നേരിട്ട് സ്പർശിച്ചാൽ വ്രണങ്ങളും ചൊറിച്ചിലും ഉണ്ടാകുന്നു. അടുത്തത് ആഹാരബന്ധം. ആഹാര ശൃംഖലാജാലകം നോക്കൂ. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? പലതരം ആഹാര ശൃംഖലകൾ മുകളിൽ ചിത്രത്തിലുണ്ട്. ഇതിലെ ഒരു ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? പുല്ല് പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതൂ. എന്തൊക്കെയാണ്? സസ്യം. സസ്യത്തെ ആര് തിന്നുന്നു? പുൽച്ചാടി. പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. അടുത്തത് സസ്യം അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. പിന്നെ അടുത്തതുള്ളത് സസ്യം അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പൂച്ച കഴിക്കുന്നു, പൂച്ചനെ കഴുകൻ കഴിക്കുന്നു. ഇനിയുള്ളത് സസ്യം അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. ഇങ്ങനെയാണ് ഈ ആഹാര ശൃംഖല കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കിക്കേ, ആഹാര ശൃംഖല ജാലകത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അതായത് ഇവിടെ താഴെ പട്ടിക കൊടുത്തിട്ടുണ്ടല്ലേ? ഒന്നാമത്തെ കണ്ണി, അവസാനത്തെ കണ്ണി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്. എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തും. ഏത് ആഹാര ശൃംഖല എടുത്തു നോക്കിയാലും ഫസ്റ്റ് വരുന്നത് എന്താണ്? സസ്യമാണ്, അല്ലെങ്കിൽ പുല്ലാണ് അല്ലേ? അവസാനം വരുന്ന ആഹാര ശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഏതാണ്? ഒന്നുകിൽ കഴുകനായിരിക്കും, അല്ലെങ്കിൽ കടുവയായിരിക്കും, അല്ലെങ്കിൽ സിംഹമായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യനായിരിക്കും അല്ലേ? ഇവരെ ആരും ഭക്ഷിക്കണ ആളുകളില്ല. കഴുകനെ ഭക്ഷിക്കണ ഒരാളില്ല, കടുവയെ കഴിക്കണതുമില്ല, സിംഹത്തിനെ കഴിക്കണമില്ല, മനുഷ്യനെ കഴിക്കണമില്ല. അതുകൊണ്ടാണ് അവർ ആഹാര ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത്. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും സസ്യമായിരിക്കും, അല്ലെങ്കിൽ പുല്ലായിരിക്കും കേട്ടോ, ചെടിയായിരിക്കും. അടുത്ത് പോകുന്നത് സസ്യങ്ങളിലേക്കാണ്. എല്ലാ ശൃംഖലകളിലും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? സസ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അപ്പോൾ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അപ്പോൾ നോക്കാം. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സൂര്യപ്രകാശം വേണം, ഓക്സിജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലാണ് സസ്യങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് നോക്കുന്നത് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ഇവ ആഹാരം നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ഇലകളിലെ വർണ്ണകമായ ഹരിതകം ആണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ആഹാര നിർമ്മാണത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു. അപ്പം എങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്? സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ അവർ പുറത്തുവിടുന്ന വാതകമാണ് എന്ത്? ഓക്സിജൻ കേട്ടോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവർ ഉപയോഗിക്കുന്ന മറ്റൊരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജലം ആവശ്യമാണ്. ഹരിതകം, ചെടികൾക്ക് പച്ച നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തുവാണ് ഹരിതകം. അടുത്തത് ഊർജം ലഭിക്കാൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? ഇലകൾ വഴിയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് ഇലകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ചിത്രത്തിൽ എല്ലാ ഇലകൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? എല്ലാം എന്താണ്? സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ? ഏത് ഇലക്കും സൂര്യപ്രകാശം കിട്ടാത്തതില്ല. എല്ലാ ഇലകൾക്കും എന്താണ്? സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അടുത്തത് എന്താണ്? ഇലപ്പച്ചയ്ക്ക് പിന്നിൽ.
ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പല നിറത്തിലുള്ള ഇലകളുണ്ട് അല്ലേ? ചുവപ്പ് നിറം, മഞ്ഞ നിറം, വെള്ള നിറം ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറമുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉറച്ചു നോക്കൂ. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ 3 കള്ളി കൊടുത്തിട്ടുണ്ട്, 3 പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പട്ടികയിൽ സസ്യത്തിൻ്റെ പേര്, രണ്ടാമത്തേത് ഇലയുടെ നിറം, മൂന്നാമത്തേത് ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം. അതായത് ചീര, ചുവപ്പ് ചീര, അതിൻ്റെ നിറം, ഇലേൻ്റെ നിറം ചുവപ്പാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ വരച്ചപ്പം അത് പച്ച നിറത്തിൽ കണ്ടു. രണ്ടാമത്തേത് മണി പ്ലാന്റ്, മണി പ്ലാന്റിൻ്റെ ഇല മഞ്ഞ നിറത്തിലുള്ള ഇലയാണ്. അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ വെച്ചപ്പം പച്ച നിറം കണ്ടു. മൂന്നാമത്തേത് വെള്ളില, വെള്ളില വെളുത്ത നിറമാണ് ഇല. അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ വരച്ചപ്പം പച്ച നിറമാണ് കണ്ടത്. പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് നിറത്തിലുള്ള ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചാലും പച്ച നിറമാണ് ഉണ്ടാവുന്നത്. അതിന് കാരണം എന്താണ്? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അത് ഏത് കളറിലുള്ള ഇലയാണെന്നുണ്ടെങ്കിലും അതിലെന്തുണ്ട്? പച്ച നിറത്തിലുള്ള ഹരിതകമുണ്ട്. അതാണ് ഇവയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ എന്തെല്ലാമാണ്? പട്ടിക നോക്കി കണ്ടെത്തൂ. ചുവപ്പ് നിറത്തിനുള്ള കാരണം ഏത് വർണ്ണകമാണ്? ആന്തോസയാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകമാണ്. പിന്നെ ഓറഞ്ച് നിറത്തിനുള്ള കാരണം കരോട്ടിനാണ്. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിനാണ് കേട്ടോ. അടുത്തത് എന്താണ്? വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയിൽ ഏതു വാതകമാണ് ജീവികൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്? ഓക്സിജൻ അല്ലേ? ഏത് ജീവിയും ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. ഈ സസ്യങ്ങൾ വരെ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏതെല്ലാം വാതകങ്ങളുണ്ട്? നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്. മനസ്സിലായോ? ഓക്സിജൻ, പിന്നെ ഓക്സിജൻ ആണുള്ളത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ ആർഗൺ എന്ന് പറഞ്ഞിട്ടുള്ള വാതകമുണ്ട്. അങ്ങനെ ഒരുപാട് വാതകങ്ങൾ എന്തുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ വലിയ ക്ലാസ്സിലുകൾ നിങ്ങൾ പഠിക്കും കേട്ടോ. ഇനി ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? ഏത് ജീവികൾക്കും എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ് അല്ലേ? സസ്യങ്ങൾക്കും മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം ആവശ്യമാണ്. എല്ലാവരും ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഇനി അടുത്തെന്താണ്? ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ല. അപ്പം സസ്യങ്ങൾക്കും ശ്വസിക്കാൻ എന്ത് വേണം? അവർക്കും ശ്വസിക്കാനുള്ള അവയവം വേണം അല്ലേ? സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വാസത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജീവജാലങ്ങളും ഓക്സിജൻ ശ്വസിച്ച് പുറത്തു വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇലകൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഏത് വായുവാണ്, ഏത് ഇതാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് എവിടെ നിന്നാണ് ചെടികൾക്ക് കിട്ടുന്നത്? എല്ലാ ജീവജാലങ്ങളും ശ്വസിച്ചിട്ട് പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും എടുത്തിട്ടാണ് ചെടികൾ എന്തുണ്ടാക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇലകളിൽ വെച്ച്. ഇവർ ഇലകളിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർ പുറത്തു വിടുന്നത് എന്താണ്? ഓക്സിജനാണ്. ആ ഓക്സിജനാണ് എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലകൾ ശ്വസിക്കുന്നത് ഏത് അവയവത്തിലൂടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ചെടിയുടെ ഇല എടുക്കുക. ഈ ഇലയുടെ പാളി എന്താണ്? മൈക്രോസ്കോപ്പിലൂടെ നോക്കാനാണ്, നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത? നമ്മുടെ മനുഷ്യന്മാരുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കൾ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒരു ഇല മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അതിൻ്റെ ശ്വസന അവയവം കണ്ടു. ഇലകളിൽ കൂടെയാണ് ഇവർ ശ്വസിക്കുന്നത്. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ശ്വസിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നതും ഏതാണ്? ഇലകൾ വഴിയാണ്. ഇലകളിൽ ശ്വസിക്കാനുള്ള അവയവമാണ് സ്റ്റൊമാറ്റ. ചെടികൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന അവയവത്തിൻ്റെ പേരാണ് സ്റ്റൊമാറ്റ കേട്ടോ. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ ആണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴി. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇലകളിലാണ്. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു പകൽ സമയത്തത്തെ ഒരു ചെടീൻ്റെയും രാത്രി സമയത്തത്തെ ഒരു ചെടീൻ്റെയും. എന്താണ് പകൽ സമയത്തത്തെ ചെടിക്കും രാത്രി സമയത്തത്തെ ചെടിക്കും പ്രത്യേകത? പകൽ സമയത്താണ് ചെടികൾ എന്തുണ്ടാക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത്. കാരണം എന്താണ്? പകൽ സമയത്താണ് സൂര്യപ്രകാശമുള്ളത് അല്ലേ? അപ്പോൾ പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെയും ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ചെടികൾ എന്തുണ്ടാക്കുന്നു? പ്രകാശ സംശ്ലേഷണം വഴി ഇലകളിൽ ആഹാരം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഓക്സിജൻ പുറത്തേക്ക് കളയുന്നു. എന്നാൽ രാത്രി കാലങ്ങളിൽ എന്താണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ റൂമുകളിൽ ചെടികൾ വെക്കരുത് എന്ന് പറയുന്നത്. വെച്ചാൽ എന്താണ്? അവർ ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ആതിഥേയനും അതിഥികളും. എന്താണ് ഈ ആതിഥേയനും അതിഥികളും എന്ന് നോക്കാം. എല്ലാ സസ്യങ്ങൾക്കും ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നില്ല. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു മാവിൻ്റെ ചിത്രം. ആ മാവിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഞാൻ ഇത്തിൽ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണങ്ങളും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരവും ഞാൻ സ്വയം നിർമ്മിക്കുന്നു. പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. ഇവിടെ 4 ചെടികളാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവയുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? മാവ്, മരവാഴ, ഇത്തിൽക്കണ്ണി ഇവരാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? അപ്പോൾ മാവിലാണ് മരവാഴയും ഇത്തിൽക്കണ്ണിയും ജീവിക്കുന്നത്. അപ്പോൾ മാവ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും വേര് വഴി ജലം വലിച്ചെടുക്കുമ്പോൾ അത് ആരൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്? മരവാഴയും ഇത്തിൽക്കണ്ണിയും മാവിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നുണ്ട്. മാവ് വലിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മരവാഴയും ഇത്തിൽക്കണ്ണിയും വലിച്ചെടുക്കുന്നത് മാവിൽ നിന്നാണ് ജലം വലിച്ചെടുക്കുന്നത്. മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മാവിന് ജലം ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കും ജലം ലഭിക്കുന്നത് മാവിൽ നിന്നാണ്. ഇനി മരവാഴയുടെ ചിത്രീകരണം നോക്കൂ. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വേരുകൾ മരവാഴയെ മാവിൽ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. അതിനാണ് ഈ 2 വേരുകൾ ഉള്ളത്. ഇനി വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടിയോട് കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? എങ്ങോട്ടേക്കാണ്? അന്തരീക്ഷത്തിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇനി അടുത്തത്, ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ആതിഥേയ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് മരത്തിലാണോ ഇവർ വളരുന്നത് ആ വളരുന്ന മരത്തിനെയാണ് ആതിഥേയ സസ്യം എന്ന് പറയുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കൂ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടോ? ഇല്ല, ദോഷമില്ല.
ഇനി അടുത്തത് ഇത്തിൽ കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിലേക്ക്. ഈ വേരുകൾ എങ്ങനെ വളർന്നതുകൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണം? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്ന് പറയുന്നു. അടുത്ത് നോക്കാം. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ല താഴെ നിരീക്ഷിക്കൂ. എന്താണ് ഇതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ നിറം പച്ച നിറമാണ്. ഇലകൾ ഇല്ല. മൂടില്ല താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിലേക്കാണ് ഇതിൻ്റെ വേരുകൾ വളർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഇനി ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്നും പറയുന്നു. അടുത്തത് ചിത്രം നിരീക്ഷിക്കൂ. ഒരു കാട്ടിൽ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചിട്ട് എഴുതാം? പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ തേനീച്ചയും പൂക്കളും അല്ലേ? തേനീച്ച പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നു. പകരമായി ചെടികളുടെ പരാഗണത്തിന് തേനീച്ച സഹായിക്കുന്നു. നമുക്ക് അടുത്തത് തുടർ പ്രവർത്തനം നോക്കാം. വിലയിരുത്താം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നില്ല. കാരണം ചുവന്ന നിറത്തിലുള്ള ഇലകളിലും ചെറിയ അളവിൽ ഹരിതകത്തിൻ്റെ അംശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരിൽ കൂടുതൽ ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ് ഉള്ളത്. ഈ വർണ്ണകത്തിൻ്റെ സഹായത്തോടെ അവർക്ക് ആഹാരം നിർമ്മിക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആഹാര ശൃംഖലൻ്റെ. ഈ ആഹാര ശൃംഖല ജാലകത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളകളുടെ എണ്ണം കുറഞ്ഞാൽ പുൽച്ചാടികളും കൊതുകുകളും അധികമായി വർദ്ധിക്കും. അതുപോലെ തന്നെ പാമ്പുകൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യും. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിൻ്റെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, ഓക്സിജന്, ശ്വസനം എന്ന് കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്, അന്തരീക്ഷ വായു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അന്തരീക്ഷ വായു സസ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായി ഓക്സിജൻ പുറത്തുവിടുന്നു. ഓക്സിജൻ ശ്വസനത്തിനായി സസ്യങ്ങൾ വീണ്ടും എടുക്കുന്നു. അതായത് ഒരു ചെടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും ഓക്സിജൻ അത് പുറത്തേക്ക് കളയുന്നു. വീണ്ടും ആ ചെടിക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ചെടി അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാഠം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക.